ധന്നി ധന്നി ഇപ്പം എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ഇന്നലെ എന്താ സംഭവിച്ചെന്ന് വല്ലതും ഓർമ്മയുണ്ടോ? ഞാൻ ബാൽക്കണി നിന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ മയങ്ങി വീഴുമോ എന്തോ ചെയ്തു. മോള് എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇടി വെട്ടുമ്പോ പുറത്തെങ്ങും പോയി നിൽക്കില്ലെന്ന്. അതെങ്ങനെ പറഞ്ഞാൽ കേൾക്കൂലല്ലോ. ഈ സമയത്ത് എൻ്റെ പൊന്ന് എവിടെ ആയിരുന്നു? ഞാൻ അകത്ത് സേഫ് ആയിരുന്നു. അകത്ത് സേഫ് ആയിരുന്നു. ഈ പുറത്തേക്കായിരുന്നു സേഫ്. മനുഷ്യ ഡോക്ടർക്ക് നൽകി ഞാൻ പോയി തന്നവരെ വിളിച്ചു പറ കേട്ടോ. ആരെങ്കിലും ഇടിയൊക്കെ ഉള്ള സമയത്ത് ബാൽക്കണിയിൽ പോയി നിൽക്കുമോ? ഈ ഇടിയും മഴയുള്ള സമയത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി നിൽക്കരുത്. അതിൻ്റെ തീവ്രത കൂടും. ഒരു പരിധിയിൽ കൂടുതൽ ശബ്ദമൊന്നും നമ്മുടെ ചെവിക്ക് താങ്ങാൻ കഴിയില്ല. ചിലപ്പം കേൾവിശക്തി അങ്ങ് പോയേക്കാം. ആളുകൾക്ക് മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എന്തോ ഇടിയായിരുന്നു. ആർക്കിട്ട്? സാധാരണ എനിക്കാണല്ലോ കിട്ടുന്നത്. ഒന്നും കൊടുത്തോളില്ല. അല്ല, ഞാൻ വിചാരിച്ചു എനിക്കിട്ട് കിട്ടാറുണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ മാത്രമല്ല, കേരളത്തിൽ ഒറ്റപ്പെട്ട പല സ്ഥലങ്ങളിലും ഇന്നലെ ഇടിയുടെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭാഗത്തിനാർക്കും മരണമൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഇങ്ങനെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കില്ല കേട്ടോ. ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇടി വീശിയാലേ അതിൻ്റെ ആഘാതം വളരെ കൂടുതലായിരിക്കും. ഡോക്ടറെ, എന്തെങ്കിലും മെഡിസിനോ വല്ലോ? മരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എന്തായാലും ഒരു ഇയർ ഡ്രോപ്പ് തന്നേക്കാം. അതും കൊടുത്താൽ മതി. റെസ്റ്റ് എടുക്കുക കേട്ടോ. ചെവിക്ക് എന്തോ ഒരു മൂളല് പോലെ. അതങ്ങ് മാറിക്കോളൂ. നല്ലോണം ഉറങ്ങും. ഓക്കെ, ശരി. ഡോക്ടറെ, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? മോളെ കിടക്ക്, അച്ഛൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കും. ഓ, ആയിക്കോട്ടെ. നിങ്ങളത് എന്തോ എടുക്കോ മനുഷ്യ? ആ കൊച്ചിനെ ചായ തിളപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടേ. അവൾക്ക് എന്താ കയ്യും കാലൊന്നും ഇല്ലേ? അവളോടെ വയ്യാതെ എടുക്കൂല്ലേ, നമ്മൾ വേണ്ട വെച്ച് ചായ ഇട്ട് കൊടുക്കുക. സ്വന്തം മോളൊന്നും അല്ലല്ലോ, കെട്ടിക്കേറി വന്നതല്ലേ. അപ്പൊ ഇത്രയൊക്കെ മതി. എങ്ങാണ്ട് ഒരു ഇടിവെട്ടിന്ന് പറഞ്ഞിട്ട് ജോലി ചെയ്യാണ്ടിരിക്കാനുള്ള ഒരടവുകൾ വെക്കാം. അതുകൊണ്ടേ ഇതൊന്നും ചെയ്തു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. എടിയേ, ഞാൻ കടയിലോട്ട് പോവാന്നേ. എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? അയ്യോ, പേഴ്സ് എടുത്തില്ലല്ലോ. അല്ലേലും ഉള്ളത് എവിടെയെങ്കിലും പോകാറിക്കഴിഞ്ഞാൽ തിരിച്ചു കയറ്റൽ. കടം പറഞ്ഞാലോ? അല്ല, വേണ്ട. ഇനി കടം പറഞ്ഞവൻ കെട്ടിയിടും. ശോ, എന്തോ ചെയ്യാനാന്ന് പറ. ആശം പിടിക്കാൻ. ആ മോളെ. അച്ഛാ, ബസ്. മോള് കണ്ടായിരുന്നോ സെൽഫി ഇരിക്കുന്ന പേഴ്സ്? നാട്ടോ മക്കളെ, അച്ഛൻ പോയിട്ട് വരാം. മോളകത്ത് പോയി. നമ്പർ കിട്ടടാ. നമ്പർ കിട്ടി ഒരു മിസ് കൊടുത്തപ്പോൾ അവൾ ഇങ്ങോട്ട് വിളിച്ചോട്ടെ. ആ പോനെ, ഞാൻ ഇതാണ് പറഞ്ഞത്. ഈ വീട്ടിലെ പുതിയോട്ടൊന്ന് പെണ്ണ് ഇവിടെ കെട്ടിക്കൊണ്ടുവന്നതിൽ ഏറ്റവും സൂപ്പറായിട്ട് ഇവളാ. വിഷ്ണുവിൻ്റെ ഭാര്യ. ആ, അല്ല കിട്ടില്ല. ആരാടാ കിടിലേറ്റം? നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. എന്താടാ കേൾക്കാതിരിക്കാൻ? എന്റെ ചെവിക്കകത്തെന്തോ ആപ്പോ? എനിക്ക് നന്നായിട്ട് ചെവി കേൾക്കും. ബാധമല്ലോ ബാധ നിന്റെ വീട്ടിൽ ഇരിക്കുന്നവർക്ക്. ദേ, റോഡിൽ കൂടെ പോകുന്നെങ്കിൽ മാനമര്യാദയ്ക്ക് പോകണം. അല്ലാതെ വല്ല വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ കമന്റ് അടിച്ചോണ്ട് പോയാലുണ്ടല്ലോ. എന്താ അല്ലാത്ത അഹങ്കാരം തന്നെ കേട്ടോ. തോന്നിവാസം പറയുന്നതിനെതിരെ പ്രതികരിക്കുന്ന നിന്റെ നാട്ടിലേക്ക് അഹങ്കാരം എന്നാണോ പറയുന്നത്?
എന്നാലും എങ്ങനെയാടാ അത് തന്നെ ഫോണിൻ്റെ സിമ്മില്ല വിഴിഞ്ഞ ആടാ സിമ്മ് വിഴുങ്ങിയിട്ടുണ്ട്. വാ കാണിച്ചു തരാം. മോളെ എന്ത് കാണണേ? പതുക്കെ പറയമ്മേ, ചെറിയ ഏക്ക എനിക്ക്. അല്ല മോളെ കുറച്ച് സൗണ്ട് വെച്ച് അമ്മേന്ന് പതുക്കെ പറ. ഇത് ആരെ കേൾപ്പിക്കാൻ ഈ അലറുന്നേ? മോളെ കുറച്ച് സൗണ്ട് വെച്ച് കണ്ടുകൂടെ, ഒന്നും കേൾക്കാൻ പറ്റണല്ലോ. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ. ആ ചേട്ടാ, അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഓ, നമുക്കിപ്പോൾ സ്വർണം തന്നെ വേണമെന്നൊന്നുമില്ല. ആ മുക്കുകൊണ്ടായാലും മതി. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ തന്നെയാണെങ്കിലും ഇപ്പോൾ മൊത്തം മുക്കുകൊണ്ടം കൊണ്ടാണ് വന്നേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഇല്ല ചേട്ടാ, അതിനകത്ത് കാര്യമൊന്നുമില്ല. സ്വർണ്ണമൊന്നും വേണ്ട. പെൺപിള്ളേ, എന്താ ആരാ മുക്കുകൊണ്ടം കൊണ്ടുവന്നേ? മുക്കുകൊണ്ടോ? ആര് പറഞ്ഞു? അറിഞ്ഞൂടെ? ഇപ്പൊ പിന്നെ നിങ്ങൾ ഫോണിൽ പറഞ്ഞു എന്തുവാ? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ മുക്കുകൊണ്ട് ആരാണ്ട് കൊണ്ടുവന്ന്? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ മുക്കുകൊണ്ടതിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പിന്നെ ഫോണിൽ സംസാരിച്ചത് എന്തുവാ? ഞാൻ എൻ്റെ ഭർത്താവിനോട് സംസാരിച്ചോണ്ടിരുന്നേ. ഞാനങ്ങനെ പല കാര്യങ്ങളും പറയും. നിനക്കെന്ത് വേണോ ഇതിന്? നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ പലതും സംസാരിച്ചോ, പക്ഷെ ആ കൂട്ടത്തിൽ ഇപ്പുറത്തുള്ള എന്നെ പെടുത്തണ്ട കേട്ടോ. എന്നെ പറ്റി എന്റെ ഭർത്താവിനെ പറ്റി ആവശ്യമില്ലാതെ സംസാരിക്കണ്ട നിങ്ങൾ, മനസ്സിലായോ? അല്ല, നീ മുക്കുകൊണ്ടോ അവിടെ കൊണ്ടുവന്നെന്നുള്ളത് ഞാൻ എങ്ങനെ അറിയാനാ? ആ അതെങ്ങനെ അറിയുന്നേ? അമ്മേ, ഞാൻ മുക്കുകൊണ്ടാണോ കൊണ്ടുവന്നത്? അയ്യോ, മോള് നല്ല 1 ഡയമണ്ട് 6 ആഭരണങ്ങളല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. കേട്ടല്ലോ കേട്ടല്ലോ. എന്തേ മേലെ എന്നെ പറ്റിയോ എൻ്റെ ഭർത്താവിനെ പറ്റിയോ ഇവിടെ ഇരുന്ന് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ എൻ്റെ സ്വഭാവം. പല രഹസ്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ചെവിക്ക് കേൾവി കുറവൊന്നുമില്ല. നല്ല കേൾവി ശക്തി, നല്ല ഓർമ്മശക്തി ഉണ്ട്. ഇപ്പം മനസ്സിലാക്കിക്കോ. എല്ലാം കൂടെ എടുത്ത് ഞാനങ്ങ് നിരത്തും. പിന്നെ വെളിയിലിറങ്ങി നടക്കാൻ പറ്റത്തില്ല, അത് മനസ്സിലാക്കിക്കോ. വെറുതെ എൻ്റെ അണ്ണാക്കിനകത്തോട്ട് കൊമ്പിട്ട് കുത്താൻ നോക്കല്. അടിപൊളി അറിയാമേ ഇങ്ങോട്ട്. ചേച്ചി ചേച്ചി ചേച്ചിയല്ലോ. ഇതെന്തൊരുപാട്? എന്താ ക്യാമറ വല്ലതും വെച്ചിട്ടുണ്ട്? ഇവരിതെങ്ങനെ കേട്ട്? എടാ, നീ ഇവിടെ നടക്കുന്ന വല്ല കാര്യം അറിയണ്ട. നിന്റെ പെണ്ണുമ്പുള്ളനെ കൊണ്ട് ഒരു സൗകര്യം ഇല്ലെന്ന്. അവന്റെ ഒരു ഹെഡ്സെറ്റ് പറയണേ കേൾക്ക. എന്തോ അമ്മേ? എടാ, നിന്റെ പെണ്ണുമ്പുള്ളനെ കൊണ്ട് ഒരു സൗകര്യം ഇല്ലെന്ന്. അവളെന്താ ചെയ്ത്? നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ തല്ലു പിടിച്ചോണ്ടിരിക്കുക അവള്. മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ. ആ റോഡിന്റെ അപ്പുറത്തൂടെ പോയി ഒരു ചെറുക്കനെ ഇവിടെ നിന്നുകൊണ്ട് അവള് വഴക്കുണ്ടാക്കുന്നു. എന്ത് കാര്യമുണ്ട്? വെറുതെ നാട്ടുകാരുടെ തല്ലു മേടിച്ച് തരുമോ അവള്? അങ്ങേ റോഡിൽ കൂടെ പോയ ചെറുക്കനോട് നമ്മുടെ മുറ്റത്ത് എന്തോ അമ്മേ? ഞാൻ പിന്നെ നോണ പറയണെന്നാ. മിക്കവാറേ ഈ അവസ്ഥയാണെങ്കിൽ അച്ഛനും അമ്മയും മക്കളും കൂടെ എല്ലാം കൂടെ എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. മോള് ഭക്ഷണം കഴിച്ചായിരുന്നോ? ഒന്ന് പതുക്കെ പറയണ്ട അമ്മേ. മോളെ ഭക്ഷണം കഴിച്ചായിരുന്നോ? ശരി. അതെ, ഞാൻ പറഞ്ഞാലും അവളോട് പറയാൻ നിൽക്കുന്നുണ്ട്. ശരിയെന്നാ. ആ സൗണ്ട് ഒന്ന് കുറച്ച് വെക്ക്. നിങ്ങൾക്ക് കേട്ടാ പോരെ, നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കണം. ചെവിക്ക് ഇതൊക്കെ കേടാ, ഡയഫ്രം അടിച്ചു പോവും. പോപ്പ് പാട്ടും കേട്ടോണ്ട് നടക്കുവോ? തന്നെ നീ എന്തിനാ ഇത്ര പതുക്കെ തൂക്കുന്ന? പൊടി പോകണ്ടേ? വെറുതെ ശബ്ദം ഉണ്ടാക്കി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാ. ഈ സൗണ്ട് എന്താ ഇത്ര ഡിസ്റ്റർബ് ആവും? മനുഷ്യന്റെ കാര്യമല്ലേ, ആർക്ക് എന്തോ ഡിസ്റ്റർബൻസ് ആവുന്നെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അതാ. ഫോൺ സൈലന്റിലാണോ? മോളിൽ ഇരുന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നു, പോയി എടുക്ക്. എങ്ങോട്ട് പോവാ? ചുമ്മാ. ഓ, ഒന്ന് പതുക്കെ. അമ്പലത്തിൽ പോയാലോ എന്നൊരാലോചനയുണ്ട്.
അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം പോവാം. ജോലിയൊക്കെ തീർത്ത് എനിക്ക് അതായിരിക്കും സൗകര്യം. 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണം, ഒരു ഷർട്ട് മേടിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സാരിയില്ല, സാരിയും കൂടെ വാങ്ങിക്കാം. കല്യാണത്തിന് അച്ഛനെയും അമ്മയും കൂടെ കൊണ്ടുപോയാൽ കൊള്ളാവുന്നുണ്ട്. ഓ വേണ്ട, ഒന്നാമതേ അവരെ അറിയത്തില്ല. നമ്മൾ രണ്ടും പോകുന്നത് നല്ലത്. കല്യാണം കഴിഞ്ഞിട്ടൊരു ബാച്ചിലേഴ്സ് പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്, അതിനൊന്ന് പോയാൽ കൊള്ളാവുന്നുണ്ട്. അതിന് നിങ്ങൾ ബാച്ചിലറാണോ? പോവണ്ട. ഇന്നിനിയിപ്പോൾ ഒന്നും വെക്കണ്ട, നമുക്ക് പുറത്തുനിന്ന് കഴിച്ചാലോ? എന്നാ പിന്നെ ഞാൻ റെഡി ആവട്ടെ. നമുക്കെന്നാ ഇപ്പം തന്നെ ഇറങ്ങിയാലോ? നമുക്ക് ഇറങ്ങിയാലോ? അതാ നല്ലേ, എനിക്ക് പണി കുറവുണ്ടല്ലോ. എന്തുവാടാ കാര്യം? നീങ്കിലും പറ, നീ എന്താ കാര്യം? നമ്മുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തോന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമോ? എന്താ പ്രശ്നം? ഒന്നും തോന്നിയിട്ടില്ല? അമ്മയ്ക്കൊന്നും തോന്നിയിട്ടില്ല? നീ കാര്യം പറ. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഇടി ഏശിയത് ഓർമ്മയുണ്ടോ അവളുടെ ദേഹത്ത്? അതിനുശേഷം അവൾക്ക് എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്കിങ്ങനെ വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല. എന്തോ ഒരു ചെറിയ പ്രശ്നം ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അച്ഛ അവൾക്ക് ഇടി ഏശിയതിന് ശേഷം അവളുടെ കേൾവി ശക്തി കൂടി. അതെങ്ങനെയാണ് പോട്ടാ? ഇടി വെട്ടിക്കഴിഞ്ഞാൽ കേൾവി ശക്തി ഉള്ളതും കൂടെ പോവല്ലേ ചെയ്യുന്നത്? എന്നാൽ ഇവിടെ സംഭവിച്ചേക്കുന്നത് ഓപ്പോസിറ്റാ. അവൾക്ക് കേൾവി ശക്തി കൂടിയിരിക്കുകയോ ചെയ്യുന്നത്. ആ അതാണല്ലേ മോനെ ആ 2 ചെക്കന്മാരുടെ കൂടെ അവൾ അടിയുണ്ടാക്കിയത്. ഉണ്ടാക്കിയല്ലോ. ആ ഉണ്ടാക്കി. ആ ചെറുക്കന്മാർ നിന്ന സ്ഥലവും നമ്മുടെ വീടും തമ്മിൽ എത്ര മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടമ്മേ? അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുമോ റോഡിൽ കൂടെ ആരെങ്കിലും സംസാരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ? ഇല്ല. അച്ഛാ, നമ്മുടെ വീട്ടിൽ നിന്ന് 150 മീറ്റർ ചുറ്റളവിലുള്ള എല്ലാ സൗണ്ടുകളും അവൾക്ക് കേൾക്കാൻ പറ്റും. ഒരു മുട്ടുസൂചി തറയെ വീണാൽ പോലും അവൾക്ക് കേൾക്കാം. അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ ശാന്തമായിട്ട് അവള് നല്ല ഉണ്ടാക്കിയില്ലേ? അപ്പൊ ഇതാണല്ലേ കാര്യം. അപ്പം ഇത് തന്നെ കാര്യം. ഇനി നമ്മളിപ്പോൾ എന്തോ ചെയ്യും? നാട് വിടേണ്ടി വരുവാടാ. മിക്കവാറും അതൊക്കെ വിടേണ്ടി വരും അച്ഛാ. നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക. പ്രത്യേകിച്ച് അവളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കാര്യങ്ങൾ ഒന്നും പറയരുത്. അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ എൻ്റെ ഫോണിൽ വിളിച്ച് എന്നെ തെറി വിളിച്ചു തുടങ്ങി. അവരുടെ വീട്ടിൽ വിളിച്ച് അവൾ തെറി വിളിക്കുവാന്ന് പറഞ്ഞു, അവളുടെ കുറ്റങ്ങളിരുന്ന് പറയുമെന്നൊന്ന് പറഞ്ഞു. അറിയാവോ, ഇതൊരു വലിയ വിഷയം ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തെ ഓർത്ത് അയലത്തെ വീട്ടിലങ്ങ് പോയി ഒന്നും മിണ്ടരുത് ആരും, പ്രത്യേകിച്ച് അമ്മ. വാ തുറക്കരുത്. മനസ്സിലായോ? എന്തെങ്കിലും അച്ഛൻ അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്നീ ആംഗ്യം കാണിക്കുകയോ എഴുതി കാണിക്കുകയോ ചെയ്യുക. ആംഗ്യം കാണിക്കുക, എഴുതാ അറിഞ്ഞൂടാ. അച്ഛൻ എന്നാ പിന്നെ ആംഗ്യം കാണിച്ചാൽ മതി. സംസാരിച്ചേ പറ്റത്തുള്ളെങ്കിൽ അതുകൊണ്ട് ആ വര കണ്ടല്ലോ, ആ വരയ്ക്ക് ഇപ്പുറം വന്നിട്ടേ നമ്മൾ എന്തെങ്കിലും സംസാരിക്കാവൂ. അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം കേൾക്കാൻ പറ്റും. അച്ഛൻ അങ്ങോട്ട് പോയി ഒന്ന് മോളെ നിന്ന് വിളിച്ചു നോക്ക്, ഇപ്പം വിളി കേൾക്കുള്ളൂ. വേണ്ട, അവളെ വേറെ ആരും വിളിക്കും. വന്ന് കയറ്. ഇപ്പം എന്തിനാ വന്നേ? ചേട്ടാ, ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ നല്ലൊരു സംഭാവനയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ശരി. എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വളരെ മഹത് കർമ്മമാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സംഭാവന നമുക്ക് തന്നു. അപ്പോൾ അതുപോലെയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എന്താ വേണം? അമ്പലപ്പണിക്കെല്ലാം കൂടെ ഒരു 10-15 ലക്ഷം രൂപ ചിലവാകും. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഒറ്റയ്ക്ക് തരാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും അറിഞ്ഞു തന്നാൽ മതി. അറിഞ്ഞ് കണ്ട് ഈ 100 രൂപ അങ്ങ് പിടിച്ചാട്ടെ. ചേട്ടാ, ഇതിപ്പോൾ ബില്ലിൽ അടിക്കാൻ പോലും ഇല്ലല്ലോ. ബില്ലിൽ എഴുതണ്ട. എന്താ ഉള്ളതൊന്നും പടവണ്ടാകാൻ ബില്ലും പറ്റിയിട്ട് 100 രൂപ വല്ലത്തിൽ തന്നേക്കുന്നു. ഡോ അതിപ്പോൾ എന്തോടെ പറഞ്ഞേ? എന്തോ പറഞ്ഞു? പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ താൻ എന്തോ പറഞ്ഞു? താൻ പറഞ്ഞല്ലോ. ഞാൻ ഒന്നും പറഞ്ഞില്ല. താൻ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ. എന്തോ പറഞ്ഞതാളെ? താൻ പറഞ്ഞ് ഞാൻ പറയട്ടെ. പറ.
പടഭണ്ഡാരം വീടും വെച്ചിട്ട് 100 രൂപ അത് താൻ പറഞ്ഞില്ലയോടോ? അഹങ്കാരി. പൈസ വാങ്ങിച്ചിട്ട് അഹങ്കാരിന്നോ? എന്തുവാ? അല്ല, ഞാൻ മാറി. ഇപ്പോൾ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും പ്രശ്നങ്ങൾ കൂടി കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ലല്ലോടാ. ഇപ്പം എന്ത് ചെയ്യും? എനിക്കറിയത്തില്ല അച്ഛാ. ഇന്ന് സാധനം മേടിക്കാൻ കടയിൽ പോയില്ലേ? അവിടെ ബില്ലടിക്കുന്ന പെണ്ണിനെ ഇവള് കയറി അടിച്ച്. അടിച്ചോ? എടാ എന്തിനാ അടിച്ചേ? എനിക്കറിയത്തില്ലമ്മേ. സാധനം മേടിച്ച് വെള്ളമിറങ്ങിയപ്പോൾ ആ പെങ്കൊച്ച് എന്തോ പറഞ്ഞ്. ഇത് ഞങ്ങൾ ദൂരെ നിൽക്കൂ. ഇവിടെ അവിടുന്ന് സാധനം എൻ്റെ കയ്യിൽ തന്നിട്ട് തിരിച്ചു പോയാൽ കൊച്ചിനെ അടിച്ചേക്കുന്നു. എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? ഞാൻ ആരോട് എന്തോ പറയാനാ? ഇതിപ്പം നാട്ടുകാരെല്ലാം അറിഞ്ഞല്ലോ. ഏകദേശം എല്ലാവരും അറിഞ്ഞ് കഴിഞ്ഞു. ഇനിയും ഇതിൻ്റെ സത്യാവസ്ഥ എന്തുവാന്ന് ബാക്കിയുള്ളവരെയും കൂടെ അറിയിക്കണം, എന്തോ നടക്കുന്നതെന്ന്. അതിപ്പോൾ നമുക്ക് നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ ഇനി? അതൊന്നും വേണ്ട. അതിനുള്ളൊരു മാർഗം എൻ്റെ കയ്യിലുണ്ട്. ഡേ, ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതല്ലാതെ വേറെ പണിയില്ല അച്ഛാ. ഒരുത്തേ പൂട്ടിട്ടിട്ടല്ലേ വന്നത്. പോകണ്ടേ? പോണം. ഇവിടെ മാത്രമല്ല ഒട്ടിക്കേണ്ടത്, എല്ലാ വീടിൻ്റെ മുമ്പിലും ഒട്ടിക്കണം. ഇവിടെ കൊണ്ടുപോവാ. വാമേ. ഇപ്പോൾ നോക്കിക്കോ, വാ. ആ കാര്യം സംസാരിക്കാൻ തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് സംസാരിക്കണമല്ലോ. ഞാൻ ആ വീട്ടുകാരോട് സംസാരിക്കട്ടെ, ആ തീരുമാനമാക്കാം, ഇന്ന് തന്നെ ആക്കാം. കണ്ടല്ലോ, രാവിലെ മുതലുള്ള കോള, ഒരു സമാധാനമില്ല. കുടുംബവും ഭാര്യയും പിള്ളേരുമായിട്ട് ഒരു സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കും പ്രശ്നം. ആൾക്കാർക്ക് ഇവിടെ രഹസ്യം പറയാൻ പറ്റത്തില്ലേ? രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതല്ലേ? ഈ പഞ്ചായത്തിലെ ആകെ ഒരു പ്രശ്നം ഇപ്പോൾ ഈ കൊച്ച. ഇങ്ങനൊരു സാമൂഹ്യ വിരുദ്ധതയെ ഈ പഞ്ചായത്തിൽ കൊണ്ടുനടക്കാൻ നമുക്ക് പറ്റത്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്യാം, കൊച്ചിനെ ഇങ്ങോട്ട് വിളി. ഇത്രയും ബുദ്ധിമുട്ടി ഒരു പഞ്ചായത്തിനെ മൊത്തം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് അകത്ത് കയറി ഒളിച്ചിരിക്കുവാണോ? എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊച്ചിൻ്റെ അടുത്ത് പറയണം. കൊച്ചിനെ കൊണ്ട് വിളി. നീ വിളിക്കേണ്ട ആവശ്യമില്ല, കേട്ടാണ് ഇപ്പോൾ വരും. വരും. ആ വന്നല്ലോ. എന്തുവാ ഇത്? എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അലറണ്ട, പതുക്കെ പറഞ്ഞാൽ മതി. എനിക്ക് ചെവിക്ക് യാതൊരു കുഴപ്പമില്ല, കേൾക്കാം. അല്ല, എന്തുവാ ഇത്? ഇത് എല്ലാവരും സമൂഹത്തിൽ ജീവിക്കണ്ടേ? അത് എന്തുവാ? പതുക്കെ പതുക്കെ പറഞ്ഞാൽ മതി, സൗണ്ട് കുറയ്ക്കുക. എന്തുവാ ഇത്? പ്രശ്നം എന്തുവാ? നമുക്ക് ജീവിക്കണ്ട ഇവിടെ എല്ലാവർക്കും. രഹസ്യങ്ങളൊക്കെ രഹസ്യമായിട്ടിരിക്കാനും പരസ്യങ്ങളൊക്കെ പരസ്യമായിട്ടും പോകാനുള്ളതാ. ആൾക്കാർക്ക് അവിടെ ഇവിടെ നിന്നവരെന്നൊക്കെ പറയുകയൊക്കെ വേണ്ടേ? നമ്മളതൊക്കെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യത്തിൽ ഈ നാട്ടിലെ ആകെ ഒരു സാമൂഹ്യ വിരുദ്ധ മോള് മാത്രമാണ്. മോളൊന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ ഈ നാട്ടിലെ 75% പ്രശ്നങ്ങളൊന്നും മാറിക്കിട്ടും. കൊച്ചാടിനറിയാമല്ലോ, ഞാൻ എൻ്റെ കുടുംബം പോലെ തന്നെ ഈ പഞ്ചായത്ത് നോക്കുന്നത്. ഈ സമത്വം, സാഹോദര്യം, സ്നേഹം ഒന്നുമില്ലെങ്കിലും സ്നേഹം, ഈ ഒരു കാര്യം നമ്മുടെ പഞ്ചായത്തിൽ ഊട്ടി ഉറപ്പിക്കാൻ ഞാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അതിനെതിരായിട്ട് നിൽക്കുന്നത് മോള് മാത്രമാണ്. ഈ കുടുംബം പോലെ പഞ്ചായത്ത് നോക്കാൻ വേണ്ടിയിട്ടാണോ അപ്പുറത്തെ വീട്ടിലെ ശാന്ത ചേച്ചിയുമായിട്ട് ഫോൺ വിളി? തമാശയൊന്നും വേണ്ട. തമാശ നമ്മുടെ പഞ്ചായത്തിൻ്റെ നിയമത്തിനെതിരാണ്. നമുക്ക് അറിയാത്തോണ്ടായിരിക്കും. പഞ്ചായത്തിൻ്റെ നിയമത്തിനെതിരാ. തമാശയൊന്നും വേണ്ട. തമാശയൊന്നുമല്ല. നിങ്ങൾ അവരെ ഫോൺ വിളിക്കുന്നതും രാത്രി മതിൽ ചാടുന്നതും തമാശകൾ ഇഷ്ടം പോലെ പറയുന്നതും എല്ലാം ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഇതൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അവരുടെ ഭർത്താവ് സ്ഥലത്തില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ കാണിക്കുന്നേ? വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പറയണ്ടേ. കാര്യം ഇതിപ്പം പഞ്ചായത്തിന് ആകെ പ്രശ്നമായിട്ട് ഇരിക്കുന്ന ഒരു കാര്യം ഇത് മാത്രമാണ്. നമുക്കത് സംസാരിച്ചാൽ മതി, വേറൊന്നും സംസാരിക്കണ്ട. ഒരു വസ്തുതയില്ല. ആ ഫോണിങ് എടുക്ക്, ഹിസ്റ്ററി ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓഹോ, ഇതാണല്ലേ തന്റെ കുടുംബം നോക്കുന്ന പഞ്ചായത്ത്. താനങ്ങ് വാ, തന്റെ വീട്ടിലോട്ടല്ല എന്റെ വീട്ടിലോട്ട്. ഓ കണ്ടോ ഒരു കുടുംബം കൂടെ ഉള്ളത് നശിപ്പിച്ച്. എടി നീ നശിച്ചു ഓടി. താൻ നോക്കിക്കോ, ഇവിടെ കൊണ്ട് കളഞ്ഞോ? വല്ല പാറക്കുളത്തിലോ പൊട്ടക്കെട്ടിലോ എവിടാന്ന് വെച്ചാൽ കൊണ്ട് കളഞ്ഞോ? 4 തവണ പടകിപ്പോ എന്റെ പെൺപിള്ളെ ഞാൻ വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തി കുടുംബമായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചു. ഫോൺ എടുക്കട്ടെ. നശിച്ചോടോ, ഇവിടെ നശിച്ചു. സ്ഥിര എന്തൊക്കെ പ്രശ്നങ്ങളാണ് മോളെ നീ ഉണ്ടാക്കി വെക്കുന്നത്?
ഇപ്പം മോള് കാരണം ഒരു കുടുംബം കൂടെ ഇപ്പം തകർന്നു. അത് കണ്ടോ? മോളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും വെട്ടി തുറന്ന് പറയരുത്. പറഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നം ഉണ്ടാവും. മനസ്സിലായോ? മോളെ ഓർമ്മശക്തി പോലെ തന്നെ കേൾവി. ചില സ്ഥലത്ത് അത് കേൾക്കേണ്ടതേ കേൾക്കാവൂ, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കരുത്. സോറി അച്ഛാ. മോൾ അച്ഛൻ പറയുന്ന കാര്യം കേൾക്കുമോ? മോളൊരു കാര്യം ചെയ്യും, അച്ഛൻ്റെ കുടുംബ വീട്ടിൽ പോയി നിൽക്കും കുറച്ച് ദിവസം. അത് 3 ഏക്കറിൽ ഒറ്റപ്പെട്ടൊരു വീടാണ്, അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. അവിടെ നിനക്ക് രഹസ്യം കേൾക്കാനോ അടക്കം കേൾക്കാനോ ഒന്നും കാണത്തില്ല. നിനക്ക് സമാധാനമായിട്ടിരിക്കാം. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ മോക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാം. നീ അവളെ ഒന്ന് അവിടെ കൊണ്ടാക്കാം. ഓ പോയാലോ? അമ്മമ്മേ, ഈ ഇടിയിൽ കുമ്മിളൊന്നും മുളച്ചിട്ടില്ല കേട്ടോ. ഞാനിവിടെ ഒന്നും കാണുന്നില്ല. നീ അങ്ങോട്ട് നോക്ക് കൊച്ചേ, കണ്ണ് തുറന്നാ ഇവിടൊക്കെ കാണും. ഇല്ല അമ്മമ്മേ, ഞാൻ എത്ര നോക്കിയെന്നറിയാമോ? അല്ല അമ്മമ്മേ, അമ്മമ്മ എങ്ങനെയാ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നത്? എന്തോ ചെയ്യാനാ കുഞ്ഞേ, ജീവിക്കേണ്ടി വന്നാ ഒറ്റപ്പെട്ടെടുത്ത് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, അമ്മമ്മ കാണാൻ ആരും വരാറില്ലേ? ഓ, നമ്മളെ ഇപ്പൊ ആര് കാണാൻ വരാൻ? അയ്യോ, എന്റെ കൊച്ചുമോൻ വരുന്നുണ്ട് ഇപ്പം ഗൾഫിൽ നിന്ന്. അവനെ പറയുവാ എനിക്ക് അമ്മുമ്മയെ കാണണമെന്ന്. ഏതാണ്ടൊക്കെ ഒരുപാട് സാധനമൊക്കെ എനിക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് അമ്മമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? അവൻ ഇപ്പൊ അവന്റെ കൂട്ടുകാരോട് പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ ഇടിയും മഴയുള്ള സമയത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി നിൽക്കരുത്, അതിന് തീവ്രത കൂടും.